ഒരു കിലോ തേങ്ങയുടെ വില 100 രൂപയാവാൻ പോവുക. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിലും തൊട്ടടുത്ത കടകളിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 75 തൊട്ട് അല്ലെങ്കിൽ 69 തൊട്ട് 95 രൂപ വരെ തേങ്ങ കിട്ടുന്ന കടകളിൽ ഞാൻ കയറി. പല സ്ഥലങ്ങളിൽ കുറേ സ്ഥലത്ത് തേങ്ങയുടെ വില അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് റേറ്റ്: 69, 70, 73, 75, 80, 85, അത് 90, 95 രൂപ വരെ തേങ്ങ വിൽക്കുന്ന കടകളിൽ ഞാൻ കയറിയിട്ടുണ്ടായി. കാരണം തേങ്ങയുടെ വേരിയേഷൻ ഒന്ന് അറിയാൻ വേണ്ടി മാത്രം വെറുതെ ചോദിച്ചാണ് പലയിടത്തും കയറി. ഒരു ദിവസത്തെ വില അറിയാൻ വേണ്ടി വെറുതെ എന്തുമാത്രം വ്യത്യസ്തമായിട്ടാണ് പലയിടത്തും കച്ചവടം നടക്കുന്നതെന്ന് അറിയാനുള്ളൊരു ചെറിയൊരു ക്യൂരിയോസിറ്റി കൊണ്ട്, അല്ലെങ്കിൽ വെറുതെ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ചോദിച്ചു പോയതാണ്. കാരണം എനിക്ക് വളരെ വിചിത്രമായി തോന്നിയൊരു കാര്യമാണ്, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ തോന്നിയ വണ്ണം കച്ചവടം നടത്തുന്ന ആളുകൾ, അവരൊക്കെ യാതൊരു ഗവൺമെൻറ് പോലും ഇടപെടുന്നില്ല. എത്ര വിലക്കയറ്റം നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് എന്നിട്ട് അവരുടെ ഇഷ്ടപ്രകാരം തോന്നിയാസം കച്ചവടം നടത്തുക, അങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ നിശ്ചയിക്കുന്ന ഒരു വില വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നൊരു ധാർഷ്ട്യത്തോടെയാണ് അവർ കച്ചവടം നടത്തുന്നത്. ഇങ്ങനെയൊക്കെ കച്ചവടം നടത്തുന്നത് വളരെ കഷ്ടമാണ്. കാരണം സമൂഹത്തിലെ ഒരുപാട് പേർക്ക് അവരുടെ നിത്യോപയോഗ ചിലവ് പോലും നിർവഹിക്കാൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ടുമ്പോൾ അതിനൊരു നിശ്ചിത പ്രൈസ് ഈടാക്കിക്കൊണ്ട് സർക്കാരും അതിനൊരു തീരുമാനം കൈക്കൊണ്ടാൽ അതൊക്കെ ഒത്തിരി നല്ല കാര്യമല്ലേ, ഒത്തിരി നന്നായിരിക്കില്ലേ? കാരണം ഇപ്പോൾ തേങ്ങയ്ക്ക് 70 രൂപയ്ക്ക് വിൽക്കാൻ കിട്ടുന്നിടത്താണ് ഈ 95 രൂപയ്ക്കൊക്കെ വിൽക്കുന്നത്. 70 രൂപയ്ക്കും 75 രൂപയ്ക്ക് വരെ ആളുകൾ തേങ്ങ വിൽക്കുന്നുണ്ട്. അതൊക്കെ ന്യായമായ വില. തേങ്ങയ്ക്ക് ഈ വിലയുള്ളപ്പോൾ അതൊക്കെ ന്യായമായ വില. എന്നാൽ 95 രൂപയൊക്കെ കൊടുത്ത് തേങ്ങ വാങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അത്രയൊക്കെ വില തേങ്ങയ്ക്ക് അവർ ഈടാക്കുമ്പോൾ അവരൊക്കെ ഈ സമൂഹത്തിന് എന്ത് കച്ചവടമാണ് സമൂഹത്തോട് നടത്തുന്നത്? കാരണം കൊള്ള ലാഭമല്ലേ അവരൊക്കെ കൊയ്യുന്നത്. അവർക്കൊക്കെ ഈ സമൂഹത്തോട് എന്തെങ്കിലും കടപ്പാടുണ്ടോ? കിട്ടുന്ന അടിച്ചുകൊണ്ട് പോവുക എന്നുള്ള ഒരു മനോഭാവമാണ് ഇവരൊക്കെ കച്ചവടക്കാർ ചെയ്യുന്നത്. നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്നവർ എന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. എന്നാൽ ഇതുപോലെ കൊള്ള ലാഭത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് സമൂഹം തന്നെ അവരെ നിരസ്കരിക്കണം, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തണം. കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതാണ്. അത് അനാവശ്യമായി ഒരാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളൊരു സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ആ സാധനത്തിന് നിശ്ചിത വില ഈടാക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാൻ ഓരോ മനുഷ്യരും തീരുമാനിച്ചാൽ ഇതുപോലെ കൊള്ള ലാഭം കൊയ്യുന്ന ഒരു നടപടി ഒരിടത്തും ഉണ്ടാവില്ല എന്ന് തന്നെയുള്ളതാണ് വാസ്തവം.